प्रजापिता ब्रह्मा बाबा सृष्टि के सृजनहार जग के पालनहार आदि पिता प्रजापिता ब्रह्मा बाबा सृष्टि के सृजनहार जग के पालनहार जगत के तारणहार ओ मन मेरा बारंबार करे प्रणाम आदि पिता प्रजापिता ब्रह्मा बाबा सृष्टि के सृजनहार जग के पालनहार पावन दृष्टि से तूने किया सभी को है निहाल त्याग तपस्या सेवा के दिए तूने अनेक मिसाल हे युग श्रेष्ठा भाग्य विधाता तेरी सेवा बेमिसाल मन मेरा बारंबार करे प्रणाम आदि पिता प्रजापिता ब्रह्मा बाबा सृष्टि के सृजनहार जग के पालनहार ഓം ശാന്തി. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് പ്രകാശ്മണി ദാദിജി ജപ്പാനിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അവിടെ ലോകസമാധാനം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. വേൾഡ് പീസ്. അതിനാദ്യം ദാദി മനസ്സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. പീസ് ഓഫ് മൈൻഡും വേൾഡ് പീസും തമ്മിലുള്ള കണക്ഷൻ പറയുകയായിരുന്നു. അപ്പോഴാൾക്കാർ ദാദിയോട് ചോദ്യം ചോദിച്ചു. കാരണം പീസ് ഓഫ് മൈൻഡിനെ കുറിച്ച് മാത്രമേ ദാദി ആദ്യം പറഞ്ഞുള്ളൂ. മനഃശാന്തി, അതിൽ നിന്ന് വിശ്വശാന്തിയിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അവർ ചോദ്യം ചോദിച്ചു. ലോക സമാധാനം സ്ഥാപിക്കുക എന്നതുമായി ഈ സങ്കല്പങ്ങൾക്ക് എന്താണ് ബന്ധം? മനസ്സമാധാനവും ലോകസമാധാനവും തമ്മിൽ എന്താണ് ബന്ധം? അവർ ചോദിച്ചു. ദാദി അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകസമാധാനത്തെ ഓർത്ത് വേവലാതിപ്പെടേണ്ട. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കേണ്ടത് അല്ലേ, അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. എന്താ കാര്യം? അത് ഈശ്വരൻ്റെ ചുമതലയാണ്. നാം സ്വയം നമ്മിൽ തന്നെ ശാന്തി നിറയ്ക്കുക. ഇപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. അവരവരുടെ ഉള്ളിൽ ശാന്തമാക്കുക, സ്വയം പവിത്രമാക്കുക. ഈ സഹകരണമാണ് ഈശ്വരൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സ്വയം പാവനമാക്കുക, സ്വയം ശാന്തരാക്കുക. നമ്മളെല്ലാവരും ഇങ്ങനെയായ ലോകം ഓട്ടോമാറ്റിക്കലി അല്ലേ പവിത്രവുമാകും ശാന്തവുമാകും. അത് തന്നെയല്ലേ ലോകസമാധാനം. ഈശ്വരൻ്റെ ഓർമ്മയിൽ സ്ഥിതി ചെയ്താലേ നമുക്ക് പവിത്രമാകാൻ സാധിക്കൂ. ഈശ്വരനെ ഓർമ്മിക്കണമെങ്കിൽ ആദ്യം ഈശ്വരനെ അറിയണ്ടേ? അതിന് ഈശ്വരൻ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ പരിചയം തരികയാണ്. ഭൂമിയിൽ ഭഗവാന്റെ അവതരണം നടന്നു കഴിഞ്ഞു.
കേട്ടുകൊണ്ടിരുന്നവർക്ക് ആശ്ചര്യം തോന്നി. ഈശ്വരൻ എങ്ങനെയാണ് അവതരിച്ചത്? അപ്പോൾ ദാദി പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ പാർട്ട് എന്താണ്, കാലചക്രത്തിൻ്റെ രഹസ്യം എന്താണ്, ആത്മലോകം എന്താണ്, ഇവയെപ്പറ്റിയെല്ലാം ദാദി സവിസ്തരം അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ലോക ചരിത്രത്തിൻ്റെ അവസാന ദിനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലചക്രത്തിൻ്റെ അന്തിമ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ദാദിജിയോടൊപ്പം ആ കോൺഫറൻസിൽ സംസാരിച്ചത് ആനന്ദകിഷോർ ദാദയാണ്. യജ്ഞത്തിലെ ആനന്ദകിഷോർ ദാദ എന്ന പേരോടു കൂടിയ സഹോദരൻ അടുത്തതായി സംസാരിച്ചു. ദാദ വ്യക്തമാക്കി കൊടുത്തത് ആറ്റം ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകവിനാശത്തിന് വേണ്ടിയിട്ടാണ്. ഈ ബോംബ്സ് ലോകത്തെ നശിപ്പിക്കും. അവസാനത്തെ മഹായുദ്ധം, ലോകമഹായുദ്ധം ആർക്കും തടയാനാകില്ല. കാരണം ആ യുദ്ധത്തിൽ കൂടിയാണ് ഈ രോഗഗ്രസ്തമായ ലോകത്തിൻ്റെ വിനാശം നടക്കേണ്ടത്. രോഗം ബാധിച്ച ലോകം നശിക്കണമെങ്കിൽ അതിന് ഈ യുദ്ധം കാരണമാകും. അതുകൊണ്ട് അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അതിനുശേഷം പരമപിതാവ് സർവാത്മാക്കളെയും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ബാബയുടെ കൂടെ നമ്മൾ വീട്ടിൽ പോകും. ഈ ഭൂമിയിൽ ശാന്തിയും സ്ഥാപിതമാകും. ലോകസമാധാനമായിരുന്നല്ലോ വിഷയം. പുതുയുഗം അപ്പോഴേ സ്ഥാപിതമാക്കുകയുള്ളൂ. ശാന്തിയിലും സന്തോഷത്തിലും വർത്തിക്കാനുള്ള സംസ്കാരം ആർജിച്ച ആത്മാക്കളുടെ ഒരു ലോകമായിരിക്കും അത്. പിന്നെ 2500 വർഷം യാതൊരു ഷണ്ടകളും ഈ ഭൂമുഖത്തുണ്ടാക്കില്ല. ഒരു വഴക്കം ഉണ്ടാവില്ല. ഇന്ന് ഈ ലോകം എത്ര ദുഃഖമയമാണ്. അത്രയുമോ അതിലധികമോ സന്തോഷം നിറഞ്ഞതായിരിക്കും അത്. ഇന്നത്ര ദുഃഖമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സന്തോഷം നിറഞ്ഞതായിരിക്കും പുതിയ ലോകം. അത് ഈശ്വരൻ സ്ഥാപിക്കുന്ന ലോകമാണ്. അതുകൊണ്ടാണ് എക്കാലത്തും ഈശ്വരൻ പൂജിക്കപ്പെടുന്നത്. ദുഃഖത്തിലും പൂജിക്കപ്പെടുന്നു. ദുഃഖം വരുമ്പോഴും ഈശ്വരനെയാണല്ലോ പൂജിക്കണേ. കാരണം അത്ര സുഖകരമായ ലോകമാണ് ഭഗവാൻ സ്ഥാപിച്ചത്. ലൗകികത്തിൽ പയറ്റിത്തെളിഞ്ഞ് ബുദ്ധിജീവികളായിരുന്നു കേൾവിക്കാരിൽ പലരും. ഇതെല്ലാം വെറും കെട്ടുകഥകളായി, പൊള്ളവാക്കുകളായി അവർ പാടെ നിഷേധിച്ചേനെ. പക്ഷേ ആ വാക്കുകളുടെ ആധികാരികതയും ദൃഢതയും മുഖത്തിന് ചുറ്റും പ്രസരിച്ചിരുന്ന പ്രകാശവും അവരെ കീഴ്പ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറയണതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ അവർക്കങ്ങനെ പറയാൻ പറ്റിയില്ല. കാരണം അത്ര അതോറിറ്റിയോടെ, ദൃഢതയോടെ, പവിത്രതയുടെ പ്രകാശത്തിൻ്റെ പ്രഭയിൽ, ആ അഭയിലാണ് ദാദിയും ദാദ ആനന്ദകിഷോർജിയുമൊക്കെ ബാബയുടെ ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കാൻ കേട്ടുകൊണ്ടിരുന്നവർക്ക്, ബുദ്ധിജീവികളാണെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. അതേപ്പറ്റി മനന ചിന്തനം നടത്തിയവർക്ക് ബോധ്യമായി ഇന്ത്യയിൽ നിന്ന് വന്ന ഈ സാധാരണ മനുഷ്യർ തികച്ചും വിവേകത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന്. അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സമ്മേളനത്തിൻ്റെ ചെയർമാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും സസ്യഭുക്കൾ തന്നെയാണോ, സസ്യാഹാരിയാണോ ചോദിച്ചു. അതെ, ഞങ്ങൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ പാകം ചെയ്ത സസ്യാഹാരങ്ങൾ മാത്രമേ കഴിക്കൂ, മറുപടി പറഞ്ഞു. വെറും സസ്യഭുക്കുകളും അല്ല, ഭക്ഷണം പാകം ചെയ്ത് ഭഗവാന്റെ ഓർമ്മയിൽ പാകം ചെയ്ത് ഭഗവാന് സമർപ്പിച്ചിട്ടേ കഴിക്കുള്ളൂ പറഞ്ഞു. മാംസം തുടങ്ങിയ അശുദ്ധ ആഹാരങ്ങളൊന്നും
മനുഷ്യന് കഴിക്കാൻ യോഗ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ആനന്ദ് കിഷോർ ദാദ തുറന്നു പറഞ്ഞു. എന്താണ് മാംസം നിഷിദ്ധമെന്ന് നിങ്ങൾ പറയാൻ കാരണം? വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇന്ന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവയെ നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ എണ്ണത്തിലും കൂടുതലാകില്ലേ അവയുടെ എണ്ണം? അവരുടെ ചോദ്യം. പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദ് കിഷോർജി മറുപടി പറഞ്ഞു. നമ്മുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുകയല്ലേ? അതുകൊണ്ട് നാമും തമ്മിൽ തമ്മിൽ തിന്നാൻ തുടങ്ങണമോ? നമ്മുടെ എണ്ണം കുറയ്ക്കാൻ നമ്മളും കൊന്നു തിന്നണോ ചോദിച്ചു പരസ്പരം. എന്താണ് നാം തമ്മിൽ തിന്നാൻ തുടങ്ങാത്തത്? മനുഷ്യരെ എന്താ പരസ്പരം കൊന്നു തിന്നാത്തത്? ജനസംഖ്യ കൂടുന്നു എന്ന് പറഞ്ഞിട്ട്. നാം അറിയുന്നു നാം വെറും മാംസനിബിദ്ധമായ ശരീരമല്ല, ആത്മാവാണെന്ന സത്യം. തമ്മിൽ തമ്മിൽ ഉപദ്രവിക്കുക തെറ്റാണെന്നും കൊല്ലുക പാപമാണെന്നും നമുക്കറിയാം. കൊല്ലാൻ തുടങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ഭീതി അവന് വാക്കുകൾ കൂടെ നമ്മളെ ധരിപ്പിക്കാനാകും. ഒരാളെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ മരിക്കാൻ പോകുന്ന ആൾ തൻ്റെ ഭീതി കൊല്ലാൻ പോകുന്ന ആളോട് ഷെയർ ചെയ്യും. കാരണം എന്താ? സംസാരിക്കാനാകും നമുക്കതുകൊണ്ട്. എന്നാൽ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അവരുടെ ഭീതി നമ്മളോട് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അവയ്ക്കും നമ്മുടെ ഭാഷ സംസാരിക്കാനാകുമായിരുന്നെങ്കിൽ അവ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നത് എന്ന്. അതിന് നമുക്ക് എന്ത് മറുപടിയാണ് പറയാനാകുക? ഇത് അന്യായമാണ്, ക്രൂരതയാണ്, കുറ്റമാണ്, പാപമാണ്. ആർക്കെങ്കിലും ദുഃഖം കൊടുക്കുക പാപമാണ്. വേദനിപ്പിക്കുകയല്ലേ, ഹിംസിക്കുകയല്ലേ, കൊല്ലുകയല്ലേ? അപ്പോൾ അതൊരു പാപകർമ്മമാണ്. കൊല്ലുക കുറ്റമാണ്. ഗവൺമെൻറ് ഇത് ന്യായീകരിക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാലും കുറ്റം കുറ്റമായി തന്നെ അവശേഷിക്കുന്നു. പക്ഷേ മൃഗാദികളെ കൊന്നു തിന്നോളൂ എന്ന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്താലും ഹിംസ അല്ലെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കേൾവിക്കാർക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല. ആ സഹോദരൻ്റെ വാക്കുകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കേൾവിക്കാർക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല. ആ സഹോദരൻ്റെ വാക്കുകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ശരി, ഞങ്ങൾ സമ്മതിക്കുന്നു. ഒരാൾ അവസാനമായി പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ മൃഗങ്ങളെപ്പറ്റി പറഞ്ഞത് ശരിയെന്ന് വയ്ക്കാം. എന്നാൽ മത്സ്യത്തിൻ്റെ കാര്യത്തിലോ? പക്ഷി മൃഗാദികളുടെ കാര്യം വിട്ടിട്ട് മത്സ്യത്തെ കയറിപ്പിടിച്ചു. അത് കടലിൻ്റെ ഫലങ്ങളല്ലേ? വൃക്ഷങ്ങളിൽ ഫലങ്ങൾ നിറയുന്നത് പോലെ. അപ്പോൾ മരങ്ങളിലെ പഴങ്ങൾ നമുക്ക് പൊട്ടിച്ച് കഴിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കടലിലെ ഫലങ്ങൾ കഴിച്ചുകൂടാ? ആനന്ദ് കിഷോർ നിഷേധാർത്ഥത്തിൽ ശാന്തനായി തലയാട്ടി. മത്സ്യത്തിൻ്റെ മരണസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം, അതിൻ്റെ പിടയൽ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനെ ആഹാരമാക്കാൻ വേണ്ടി പല ന്യായങ്ങളും നാം കണ്ടുപിടിക്കുന്നു. എത്രയോ നല്ല നല്ല പല സാധനങ്ങളും മനുഷ്യർക്ക് ആഹാരമായി കിട്ടുന്നുണ്ടല്ലോ. ഈ മത്സ്യങ്ങളല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടുന്ന ഇഷ്ടം പോലെ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടണില്ലേ? ആ സഹോദരന്മാരും സഹോദരിമാരും ജപ്പാനിൽ വളരെയധികം സേവനങ്ങൾ നടത്തി. ജപ്പാനിലുള്ള ഒരു മതസംഘടന അണ്ഡാകൃതിയിലുള്ള ഒരു കല്ല് ധ്യാനത്തിൻ്റെ മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ സഹോദരങ്ങൾ കണ്ടെത്തി. ഓവൽ ഷേപ്പിലുള്ള ഒരു കല്ല്. ധ്യാനത്തിന് ആ കല്ലിൻ്റെ മുന്നിലാണ് ഇരിക്കാറുള്ളത്. എന്തുദ്ദേശമാണ് ആ കല്ല് ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന് വ്യക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ കല്ല് പരിശുദ്ധിയുടെ പ്രതീകമാണ് എന്നവർ പറഞ്ഞു.
അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി ആത്മാവും ഈശ്വരനുമായി ഒരു പാലം വഴി ബന്ധിക്കപ്പെടുക, ഇതാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. ആത്മാവും പരമാത്മാവും തമ്മിൽ ബന്ധിക്കാനുള്ള ഒരു പാലം പോലെയാണ് ആ കല്ലെന്ന് പറഞ്ഞിരുന്നു. പാലത്തിന് വേണ്ടി ഈ പ്രത്യേക കല്ല് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ രത്തൻ മോഹിനി ദാദിജിയും ഉണ്ടായിരുന്നു. പ്രകാശ് മണി ദാദിജിയും രത്തൻ മോഹിനി ദാദിജിയും ആനന്ദകിഷോർ ദാത്ത, ഇവർ മൂന്നാളാണല്ലോ ജപ്പാനിലെ സമ്മേളനത്തിന് പോയിരുന്നത്. പക്ഷേ അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഇത് പാരമ്പര്യമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിലൂടെ ഞങ്ങൾക്ക് വളരെയധികം ശാന്തി കിട്ടുന്നുണ്ട്. അത്രമാത്രമേ അവർക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. അവിടെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കല്ല് യഥാർത്ഥത്തിൽ ഒരു ശിവലിംഗം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ബാബയുടെ മക്കൾ ആശ്ചര്യസ്തബ്ധരായി. ഇതേ ശിവലിംഗങ്ങൾ തന്നെയാണ് പരമാത്മാവിൻ്റെ അടയാളമായി ഭാരതത്തിലുടനീളമുള്ള ക്ഷേത്രങ്ങളിലും പൂജിക്കപ്പെടുന്നത്. ഇത് ദാദിമാരെ അത്ഭുതപ്പെടുത്തി. രത്തൻ മോനി ദാദിയോട് അവർ പറഞ്ഞു, നിങ്ങൾ ഈ കല്ലിനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി കണക്കാക്കാതെ ആത്മാവിനെ നേരിട്ട് ഈശ്വരനുമായി ബന്ധിപ്പിക്കൂ എന്ന് ദാദി അവരോട് പറഞ്ഞു. ഈ കല്ല് പോണമെന്നില്ലല്ലോ നിങ്ങൾക്ക് ആത്മാവാണെന്നുള്ള ഓർമ്മയിൽ പരമാത്മാവിനെ ഡയറക്റ്റ് ഓർമ്മിക്കാൻ പറ്റില്ലേ? നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ അവരെ പഠിപ്പിച്ചു, യോഗം ചെയ്യാൻ പഠിപ്പിച്ചു. ദാഹിച്ചിരുന്ന ആത്മാക്കൾക്ക് ഈ ബുദ്ധിപൂർവമുള്ള ധ്യാനം വളരെ രുചികരമായി അനുഭവപ്പെട്ടു. ബുദ്ധിയോഗം എങ്ങനെ ഭഗവാനിൽ വയ്ക്കാം, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മെഡിറ്റേഷൻ. ഇതേ തുടർന്ന് ഈ ധ്യാനം പഠിപ്പിക്കാൻ വേണ്ടി ജപ്പാൻകാർ ഈ സഹോദരങ്ങൾക്ക് പല പല അവസരങ്ങൾ, മീറ്റിങ്ങുകളും ഏർപ്പാടാക്കി കൊടുത്തു. മെഡിറ്റേഷൻ പഠിച്ചിഷ്ടപ്പെട്ടവർ വേറെ വേറെ പ്രോഗ്രാംസ് വെച്ച് ധാരാളം സേവനങ്ങൾ ദാദിമാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവരെ പ്രഭാഷണങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് വിളിച്ചു. 3 പേരുണ്ടല്ലോ. അങ്ങനെ ജപ്പാനിൽ ധാരാളം സേവനങ്ങൾ 3 ആളും കൂടി ചെയ്തു. ലഘുലേഖകളും നോട്ടീസുകളും അവർ തന്നെ അച്ചടിപ്പിച്ചു. നാട്ടുകാർ പത്രങ്ങളിൽ ഈ വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു. ജപ്പാനിലെ പത്രങ്ങളിൽ ഈ സഹോദരങ്ങൾ ഹോങ്കോങ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ പല സ്ഥലങ്ങളും സന്ദർശിച്ച് സേവനം തുടങ്ങി. ജപ്പാനിൽ നിന്ന് വിദേശങ്ങളിൽ അവർ 1 വർഷം വരെ ചിലവാക്കി ഈ ഏരിയയിലെല്ലാം സേവ ചെയ്ത്. പോയതെന്തിനാ? കോൺഫറൻസിൽ പങ്കെടുക്കാൻ. പക്ഷെ ആ ഒരു കോൺഫറൻസിൽ സ്പീച്ച് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ നാടിൻ്റെ സേവനത്തിന് വിളിച്ചു കൊണ്ടുപോയി 1 വർഷം ജപ്പാനിലും സിംഗപ്പൂർ, മലേഷ്യ, ഹോങ്കോങ് ഇത്രയും സ്ഥലങ്ങളിൽ സേവനം ചെയ്തു. 1 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ ബോംബെയിലെയും മദ്രാസിലെയും പത്രങ്ങൾ അവരുടെ ഈ വിദേശ യാത്രകളെപ്പറ്റി വളരെ പ്രാധാന്യത്തോടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. തിരിച്ചു വന്നതും സേവനായി. ദാദിമാർ ജപ്പാനിൽ പോയി സേവ ചെയ്തതിൻ്റെ ന്യൂസ് അല്ലേ ബോംബെയിലും മദ്രാസിലും എല്ലാം പത്രങ്ങളിലും വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് വിദ്യാലയത്തിൻ്റെ ഒരു കഥ തന്നെ പ്രസിദ്ധീകരിച്ചു. നോക്കൂ, ബാബ, ത്രികാലദർശിയായ ബാബ തൻ്റെ മക്കളിലൂടെ എങ്ങനെ ദേശവിദേശങ്ങളിൽ സേവ നടത്തുന്നു. വിദേശത്തെ സേവയുടെ ന്യൂസ് ഭാരതത്തിലെത്തി. ബ്രഹ്മകുമാരിമാരെ അങ്ങനെ അവരുടെ തന്നെ നാട് ബഹുമാനിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ പത്രങ്ങളിലൂടെ അല്ലേ മോശമായി ചിത്രീകരിച്ചിരുന്ന നാട് പിന്നീട് സ്വന്തം നാട് തന്നെ ബഹുമാനിക്കാൻ ആരംഭിച്ചു. അടുത്തത്, ഈശ്വരൻ കമ്മ്യൂണിസ്റ്റുകളോട് സംസാരിക്കുക. അതെന്താണെന്ന് കേൾക്കാം നമുക്ക്. ക്രൂഷ്ചേവ് അധികാരത്തിലിരുന്നപ്പോൾ
അദ്ദേഹത്തിന് ബാബ ഒരു കമ്പി സന്ദേശം അയച്ചിരുന്നു. ക്രൂഷ്ചേവിന്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ഈശ്വരീയ ജ്ഞാനം അടങ്ങിയ ഒരു ബുക്കും മൗണ്ട് അബു സന്ദർശിക്കാനുള്ളൊരു ക്ഷണവും അദ്ദേഹത്തിന് എത്തിക്കുകയും ചെയ്തിരുന്നു. വേറെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഇതേപോലെയുള്ള ക്ഷണങ്ങൾ നൽകിയിരുന്നു. സൗദി അറേബ്യൻ രാജാവ് ഈ കൂട്ടത്തിൽ പെടുന്നു. നോക്കൂ, ബാബ അല്ലേ എവിടെയൊക്കെ തൻ്റെ സന്ദേശം ഏതെല്ലാം ആത്മാക്കളിൽ എങ്ങനെയെല്ലാം എത്തിച്ചിരുന്നുവെന്ന്. 1955 ഡിസംബറിൽ ഒരു അന്താരാഷ്ട്ര വ്യവസായ മേള ഡൽഹിയിൽ സംഘടിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു മേള നടന്നിരുന്നത്, 55. ആ മേളയിൽ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയും പ്രവർത്തിച്ചിരുന്നു. യജ്ഞത്തിലെ ഒരു മുതിർന്ന സഹോദരി ടിവിക്ക് വേണ്ടി ലോക ചരിത്രം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി ഒരു പ്രസംഗം തയ്യാറാക്കി ഏൽപ്പിച്ചിരുന്നു. ലോക ചരിത്രത്തെക്കുറിച്ച്, വേൾഡ് ഹിസ്റ്ററി. ആയിരക്കണക്കിന് ആൾക്കാർ ഈ പ്രോഗ്രാം കാണാനിടയാക്കുകയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ മേളയിൽ വന്നവർ ഈ പ്രസംഗം കേട്ടിട്ട്. ആത്മീയ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാളും ഈ മേളയിൽ തുറക്കപ്പെട്ടു. ബാബയുടെ വിലയേറിയ ജ്ഞാനമടങ്ങിയ ചിത്രങ്ങളും ബുക്കുകളും സ്റ്റാളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. മുതിർന്ന സഹോദരന്മാരും സഹോദരികളും കാഴ്ചക്കാരുടെ ഏത് സംശയങ്ങൾക്കും മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു. പ്രദർശിനി പറഞ്ഞു കൊടുക്കാൻ. ആത്മീയ ചിത്ര പ്രദർശനികളുടെ തുടക്കമായിരുന്നു അത്. പ്രദർശിനി പരിപൂർണ വിജയത്തിൽ തന്നെ അവസാനിച്ചു. പ്രദർശനികളുടെ തുടക്കമായിരുന്നു അത്. ഡൽഹി വ്യവസായ മേളയിൽ രമേശ് ഭായിജിയുടെ അഭിപ്രായം അനുസരിച്ചാണ് പ്രദർശിനി സംഘടിപ്പിച്ചിരുന്നത്. രമേശ് ഭായിജി ജനസംഖ്യാ വർധനവിൻ്റെ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത്തരത്തിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൈക്കൊള്ളുന്ന ഒരു നടപടിയും പ്രായോഗികമാകില്ല എന്നും പ്രശ്നം രൂക്ഷമാകുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കണക്ഷൻ എങ്ങനെ പോണു? ജനങ്ങൾ കൂടിയ തൊഴിലില്ലായ്മ പ്രശ്നം കൂടുന്നുള്ളത് പറഞ്ഞു കൊടുത്തു. കുടുംബാസൂത്രണത്തിൻ്റെയും ക്രമരഹിതവും നിഷ്ഠാശൂന്യവും ആയ രതിക്രിയ തടയേണ്ടതിൻ്റെയും ആവശ്യകതയും ബോധ്യമാക്കി കൊടുത്തു. നിയന്ത്രണമില്ലാത്ത ജീവിതത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ട ആവശ്യകത പറഞ്ഞു കൊടുത്തു. ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം ഏവരെയും മനസ്സിലാക്കിയാൽ ആത്മീയ ജ്ഞാനം സ്കൂളുകളിലും കോളേജുകളിലും നൽകേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ ജ്ഞാനം സ്കൂൾ കോളേജിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലേ എല്ലാവരുടെ ഉള്ളിലും ആ അവബോധം അവിടുന്ന് ജനിപ്പിക്കാമല്ലോ, സൃഷ്ടിക്കാമല്ലോ. ഇങ്ങനെയായാൽ ഭാവി ജനത ബ്രഹ്മചര്യം സ്വമനസാലെ തന്നെ സ്വീകരിച്ചു കൊള്ളുമെന്നും തദ്വാര വ്യക്തികളുടെ സ്വഭാവ മഹിമ ഉയർന്ന മോഷണം, അഴിമതി, അക്രമം, ദാരിദ്ര്യം ഇവയിൽ നിന്ന് സമൂഹം മോചിതമാകുമെന്നും അങ്ങനെ ഏകത നിറഞ്ഞ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാനാകുമെന്നും ചൂണ്ടിക്കാണിച്ചു. ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളിൽ ചേർത്താൽ ഈ ആത്മീയ ജ്ഞാനം കൊടുക്കുക വഴി ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുമ്പോൾ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്തായി അനേക മോശ സ്വഭാവങ്ങളിൽ നിന്ന് മുക്തരാക്കും ആൾക്കാർ. അങ്ങനെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സ്കൂൾ കോളേജുകളിൽ ഈ ആധ്യാത്മിക ജ്ഞാനം പകർന്നു കൊടുക്കാൻ ഗവൺമെൻറ്റിനെ രമേശ് ഭായി
ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു ആ സമയത്തെ. അങ്ങനെ സ്കൂൾ കോളേജിൽ ബാബയുടെ ജ്ഞാനം വന്ന് കുട്ടിക്കാലം മുതലേ അല്ലേ ഈ ജ്ഞാനം ഉള്ളിൽ പോയാൽ പലരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമല്ലോ. എല്ലാവരും ബ്രഹ്മചര്യം പാലിക്കുമെന്നോ അല്ലെങ്കിൽ മോഷണത്തിൽ നിന്ന് അക്രമത്തിൽ നിന്ന് മാറുന്നല്ല. ആരുടെ ഉള്ളിൽ ആ ദൈവിക സംസ്കാരമുണ്ട് എല്ലാവരെയും ഉണർത്താൻ കഴിയുമല്ലോ. നമ്മുടെ സ്ഥാപനമാണ് കുടുംബാസൂത്രണത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും പ്രസക്തി ആദ്യമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇന്ന് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായി എത്രയോ അധികം പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ജയിലുകൾ നിറഞ്ഞു കവിയുകയാണ്. കുറ്റം ചെയ്യാതിരിക്കാൻ ധാരാളം ചെയ്യുന്നുണ്ട് അല്ലേ. പൈസ ചിലവാക്കി പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നു ഗവൺമെൻറ് തെറ്റിൽ നിന്ന് ജനങ്ങളെ മുക്താക്കാൻ. പക്ഷെ ഒരു പൈസ പോലും ചിലവില്ലാതാണ് ബാബ എന്ത് ചെയ്യണേ, നമ്മളെ മക്കളെ തെറ്റുകളിൽ നിന്ന് ഈ ജ്ഞാനം നൽകി മുക്തരാക്കിക്കൊണ്ടിരിക്കണം. ബാബയുടെ ഈ ജ്ഞാനം കിട്ടും തോറും തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുമല്ലോ. ചെറിയൊരു തെറ്റ് പോലും ചെയ്യാൻ നമ്മൾ ചിന്തിക്കില്ലേ, മനസ്സിലെങ്കിലും ഒരു വേണ്ടാത്ത തോന്നൽ കൊണ്ടുവരാൻ. കാരണം നമുക്കറിയാം നമ്മളിൽ നിന്ന് എന്ത് പോയാലും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. ആ ഒരേ ഒരു കാര്യം ഉള്ളിൽ പതിയുന്നതോടെ എന്താകും, തെറ്റുകളിൽ നിന്ന് മുക്താക്കും. ഗവൺമെൻറ് ഇത്രയും പൈസ ചിലവാക്കി കുറ്റകൃത്യങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ജയിൽ പുള്ളികളുടെ എണ്ണം കൂടുകയാണ്. കുറ്റകൃത്യങ്ങളും ക്രമാതീതമായി വർദ്ധിക്കുന്നു. വക്കീലന്മാരുടെ എണ്ണവും അതുപോലെ തന്നെ പെരുകിക്കൊണ്ടിരിക്കുന്നു. കോടതി വരാന്തകൾ പോലും ആളുകളെ കൊണ്ട് തിങ്ങി ഞെരുങ്ങുന്നു അല്ലേ. കോടതി കൂടണു, വക്കീൽ കൂടണു. അതിൻ്റെ അർത്ഥം തന്നെ എന്താ, ജയിലുകളുടെ എണ്ണം കൂടണു. അർത്ഥം തെറ്റുകൾ നമ്മളിൽ കൂടുകയാണ്. ആളുകളെ സഹിഷ്ണുതയുള്ളവരും സ്വഭാവ ഗുണമുള്ളവരും പവിത്രരുമാക്കി തീർത്താൽ, അതായത് ഈശ്വര വിശ്വാസികളാക്കി തീർത്താൽ സമുദായത്തിൻ്റെ ഭാവി നമുക്ക് വളരെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും അതിന് ബജറ്റിൽ ഇന്ന് ചെലവിടുന്നതിൻ്റെ എത്രയെങ്കിലും ഒരു ചെറിയ അംശം തുകയെ ചെലവിടേണ്ടി വരികയുള്ളൂ എന്നും രമേശ് ഭായി വ്യക്തമാക്കി കൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ ഇന്ന് നാട് നന്നാക്കാൻ വേണ്ടി ചിലവാക്കുന്ന പൈസയുടെ ഒരു ചെറിയ എമൗണ്ട് പോലും വേണ്ട. ഇപ്രകാരം പവിത്ര ജീവിതത്തിന് സമുദായത്തെ ഈശ്വര വിശ്വാസികളാക്കി മാറ്റുകയാണെങ്കിൽ ബാബയുടെ പരിചയം കിട്ടിയ ആൾക്കാരിൽ ഇത്രയും പരിവർത്തനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഗവൺമെൻറ്റിന് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തു. അതുപോലെ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ പറയുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിന് തന്നെ അറിയാം നിരോധനം ഏർപ്പെടുത്തിയാൽ ഒരു കുടിൽ വ്യവസായം എന്ന രീതിയിൽ മദ്യവാറ്റ് നടക്കുക തന്നെ ചെയ്യുമെന്ന്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി വ്യാജവാറ്റ് നടത്തുന്നവർ അത് തുടരും. അങ്ങനെ മദ്യം ഉപയോഗിക്കുന്നത് ഒരു നിരോധനം ഏർപ്പെടുത്തി ഗവൺമെൻറ്റിന് തടയാനാവില്ല പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോൾ. എന്നാൽ ആത്മബോധവൽക്കരണത്തിലൂടെ തീർച്ചയായും സമുദായ ഉദ്ധാരണം സാധ്യമാക്കും. നിയമം കൊണ്ട് അല്ലേ മദ്യത്തെ തടയാൻ പറ്റില്ല, മദ്യം കഴിക്കുന്നത്. പക്ഷേ ആത്മീയ ഉദ്ധാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാബയുടെ മക്കൾക്ക് എല്ലാവർക്കും അനുഭവമല്ലേ, പ്രത്യേകിച്ചും ബ്രദേഴ്സ് അനുഭവികളായിരിക്കുമല്ലോ. ആർക്കെല്ലാം മദ്യപാനം, പുകവലി, ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബാബയുടെ മക്കളായി കഴിഞ്ഞപ്പോൾ അല്ലേ എത്ര പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. എത്ര സഹോദരന്മാർ അവരവരുടെ അനുഭവം ഗദ്ഗതത്തോടെ പറയാറുണ്ട്. ഒരിക്കലും ഒരു ഭായി പറഞ്ഞതാണ്, കാലങ്ങളായി വർഷങ്ങളായി ദിവസവും കള്ളു കുടിക്കണ ബാറിൽ തന്നെ കിടക്കുക, അല്ലെങ്കിൽ ചാലിൽ റോഡിൽ, അങ്ങനെയുള്ള ജീവിതമായിരുന്നു. പക്ഷേ ഭായി പറഞ്ഞേ, ബാബ വീട്ടിൽ വന്ന് 7ാമത്തെ ദിവസം, എന്നോട് ആരും പറഞ്ഞിട്ടില്ല ക്ലാസ് എടുത്ത് വന്നവർ, പക്ഷെ ബാബയുടെ വീട്ടിൽ വന്ന് 7ാമത്തെ ദിവസം മുതൽ ഞാൻ തനിയെ അത് നിർത്തി. ഇതൊരാളുടെ 2ആളുടെ അനുഭവമല്ലല്ലോ. ബാബയുടെ എത്ര മക്കൾക്ക്, ലക്ഷക്കണക്കിന് കുട്ടികൾ
ഈ അനുഭവികൾ ഉണ്ടാവില്ലേ? എന്ത് ചിലവാക്കി? ഒരു ഹോസ്പിറ്റലിലും പോയില്ല, ഒരു മരുന്നും കുത്തിവെച്ചില്ല, ഒരു ചില്ലി കാശ് പോലും ചിലവാക്കിയില്ല. പക്ഷെ ബാബ നൽകുന്ന ഈ ജ്ഞാനം ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ അന്തരാത്മാവിൽ നിന്ന് തന്നെ ആ ഒരു അന്തർഗതം ഉള്ളുന്ന ഒരു ചിന്ത വരികയാണ്. സ്വയം തീരുമാനം എടുക്കുകയാണ് വ്യക്തി, സ്വയം ഉദ്ധരിക്കപ്പെടുകയാണ്. കാരണം അവരവരുടെ തീരുമാനമല്ലേ നടക്കുള്ളൂ. എത്ര പേര് നമ്മളോട് കഴിക്കരുതെന്ന് പറഞ്ഞാലും അല്ലേ പിന്നെയും ഉപയോഗിക്കും. എത്ര മരുന്നുകൾ കുത്തിവെച്ചാലും പിന്നെയും പോയി ചെയ്യുന്നു. അതേസമയം സ്വന്തം തീരുമാനം, ഒരു ബാബ എപ്പോഴും പറയില്ലേ, പരിവർത്തനം ഒരു സെക്കൻഡിൻ്റെ പ്രക്രിയയാണ്. അവനവൻ്റെ ഒരു തോട്ട് അത് ദൃഢസങ്കല്പമായി പരിണമിക്കുന്ന സമയത്ത് വേണ്ട വെച്ചാൽ വേണ്ട അല്ലേ. പക്ഷെ അതിന് ജ്ഞാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ആത്മജ്ഞാനം. ഞാനൊരാത്മാവാണ്, ബാബയുടെ കുട്ടിയാണെന്ന് അറിയുമ്പോഴല്ലേ ഇത്രയും അത്ഭുതകരമായ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഇപ്രകാരം ഗവൺമെൻറ്റിന് എങ്ങനെ ആധ്യാത്മിക ബോധവൽക്കരണത്തിലൂടെ വ്യക്തികളിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും പരിവർത്തനത്തിൻ്റെ ആ പ്രക്രിയ എങ്ങനെ നടക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബാബയുടെ മക്കൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. ഒന്ന് ജനസംഖ്യയെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എങ്ങനെ ബാബ നൽകുന്ന ധാരണ ബ്രഹ്മചര്യ ജീവിതത്തിലൂടെ അല്ലേ അതെങ്ങനെ സാധ്യമാകും. പിന്നെ ദുശീലങ്ങൾ, മദ്യപാനം, പുകവലി, ഇത് മാറാൻ ഈ ആധ്യാത്മിക ജ്ഞാനം എങ്ങനെ സഹായിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അടുത്ത പോയിൻ്റ് ഉണർത്തിക്കൊടുത്തത് സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാരെയും ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത ഗവൺമെൻറ് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് വേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതിനു വേണ്ടി അനുവർത്തിക്കുന്ന മാർഗങ്ങൾ അവരുടെ വയറുകൾ നിറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കപ്പെടുക. അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടല്ല. ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടുകളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആത്മീയ ഉദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. സമ്പന്ന വിഭാഗം ദുർബലരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ മാറാത്തിടത്തോളം ഒരു മേന്മയും നമുക്ക് അവകാശപ്പെടാനാവില്ല. അസമത്വം നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏവരിലും ആത്മബോധം നിറയ്ക്കുകയും അവരവരുടെ കർമ്മഫലങ്ങൾ അവരവരനുഭവിക്കുകയാണെന്ന് ബോധ്യമാക്കുകയും ചെയ്യുമ്പോൾ ആത്മാക്കളെല്ലാം തന്നെ പരമപിതാവായ ഈശ്വരൻ്റെ സന്താനങ്ങളാണെന്ന് അറിയുമ്പോൾ പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും പെരുമാറേണ്ടവരാണെന്നും വേണ്ട പോലെ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ അസമത്വം അവസാനിപ്പിക്കാൻ കഴിയും. അപ്പോഴേ അസമത്വം ഇല്ലാണ്ടാകുള്ളൂ. ബാക്കി ബുദ്ധിക്കിലും പൈസയിലും പദവിയിലും പഠിപ്പിലുമുള്ള അസമത്വം എന്തായാലും ഉണ്ടാവും. പക്ഷെ സമത്വം എവിടെ കിടക്കണേ? നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ആത്മസ്വരൂപത്തിൽ എല്ലാവരും സഹോദരങ്ങളാണ്, സമന്മാരാണ്. ഈ ബോധം എല്ലാവർക്കും വരുമ്പോൾ മേലാളന്മാർ എന്തു ചെയ്യും? താഴെയുള്ളവരെ പ്രതിയും സമ്പന്നരും അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞവരും പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും ഈ തരത്തിലുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ അതെന്തായാലും ഉണ്ടാകുക തന്നെ ചെയ്യുമല്ലോ. പക്ഷെ അപ്പോഴും പരസ്പരമുള്ള പെരുമാറ്റം, കാഴ്ചപ്പാട് ശ്രേഷ്ഠമാക്കാൻ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ആ ഒരു ബോധം സമ്പന്നൻ്റെയും ദരിദ്രൻ്റെയും മനസ്സിൽ വരുമ്പോൾ, പഠിപ്പുള്ള ആളുടെയും പഠിപ്പില്ലാത്തവരുടെയും മനസ്സിൽ വരുമ്പോൾ ആത്മസ്വരൂപങ്ങളാണ് നമ്മൾ, ഭഗവാന്റെ മക്കളാണെന്ന ബോധം വരുമ്പോൾ എല്ലാവരുടെയും ദൃഷ്ടികോണിലും മാറ്റം വരും. അപ്പോൾ പെരുമാറ്റത്തിൽ മാറ്റം വരും. എല്ലാവരോടും ബാബയുടെ മക്കളെന്ന രീതിയിൽ ഇടപഴകാൻ തുടങ്ങും. ഇങ്ങനെ അസമത്വം അവസാനിപ്പിക്കാനാകൂ എന്ന് പറഞ്ഞു. സ്നേഹം നിറഞ്ഞ സഹോദര ഭാവന പരസ്പരം സൃഷ്ടിച്ച് ശക്തവും ദൃഢവുമായ ഒരു സമുദായം എങ്ങനെ കെട്ടിപ്പടുക്കാനാവും? ആത്മീയമായ അവബോധത്തിലൂടെ പരസ്പരം സഹോദര ഭാവന സൃഷ്ടിച്ച് ശക്തമായ ദൃഢമായ ഒരു സമുദായത്തെ കെട്ടിപ്പടുക്കണം.
അതാണല്ലോ ബാബ നൽകുന്ന ജ്ഞാനത്തിൻ്റെ സാരാംശം. അങ്ങനെ ആത്മീയ ജ്ഞാനം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ പല ഉപാധികളും സ്വീകരിച്ചു. ഗവൺമെൻറ്റിൻ്റെ കണ്ണെങ്ങനെ തുറപ്പിക്കാം, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവരുടെ കണ്ണ് ആധ്യാത്മികതയിലേക്ക് എങ്ങനെ തുറപ്പിക്കാം, ഇതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും മതമേതായാലും ആദർശങ്ങൾ ഒന്ന് തന്നെയാണ് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ആദർശങ്ങൾ ഞങ്ങൾ പ്രായോഗികമാക്കുന്നു. എല്ലാ മതങ്ങളിലും ഈ ആദർശങ്ങളുണ്ട്. പക്ഷേ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ ഈ ആദർശങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ചുവട് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം മറ്റുള്ളവർക്ക് സന്ദേശം കൊടുത്തു. യഥാർത്ഥത്തിൽ മതം ഒന്നേ ഉള്ളൂ, അത് സഹോദര സ്നേഹം. അതാണ് മതം. അക്രമരാഹിത്യം, ആത്മനിയന്ത്രണം, ബ്രഹ്മചര്യം, ഈശ്വരനോടുള്ള പിതൃസ്നേഹം ഇവയിൽ അധിഷ്ഠിതമാണ്. അതാണ് ഒരേയൊരു മതം. ഏതാണ് ഒരേയൊരു മതം? സ്നേഹം, സാഹോദര്യ സ്നേഹം, അക്രമരാഹിത്യം, ആത്മനിയന്ത്രണം, ബ്രഹ്മചര്യം, ഈശ്വരനോടുള്ള പിതൃസ്നേഹം. ഇതിലധിഷ്ഠിതമായൊരു മതം, അതാണ് നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. അതുതന്നെയാണ് മതം. ഇത്തരത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ മനസ്സിലും ഗവൺമെൻറ് സെക്ടറിലും പല ധർമ്മത്തിൽ പെട്ടവർക്കും ബാബയുടെ സന്ദേശം നൽകാൻ വേണ്ടി വിഭിന്ന യുക്തികൾ കണ്ടുപിടിച്ച്, കാരണം ബാബയുടെ പഠിപ്പെന്ന് പറഞ്ഞാൽ അല്ലേ ഭഗവാൻ നൽകുന്ന ജ്ഞാനമല്ലേ. ഇത് പണ്ഡിതനും മഹാപണ്ഡിതനും എത്ര വലിയ ലീഡർക്കും എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണല്ലോ. കാരണം ബാബ എല്ലാവരുടെയും പിതാവല്ലേ, സർവാത്മാക്കൾക്കും വേണ്ടതല്ലേ ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ബാബയുടെ ജ്ഞാനം കൊണ്ട് ബാബയുടെ മക്കൾ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവരുടെ സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അന്നേ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം. ഇപ്പോഴാണ് നമ്മളത് വിങ്സ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഭാഗത്തിൻ്റെ സേവനങ്ങളായി ചെയ്തുകൊണ്ട് വരുന്നത്. ബാബയുടെ കാലഘട്ടത്തിലെ ഈ പ്രകാരം യുക്തികളിലൂടെ മക്കൾ നാടിൻ്റെ സേവനം ചെയ്തിട്ടുണ്ട്. ഓം ശാന്തി. पिता प्रजापिता ब्रह्मा बाबा, सृष्टि के सृजनहार, जग के पालनहार। आदि पिता प्रजापिता ब्रह्मा बाबा, सृष्टि के सृजनहार, जग के पालनहार, जगत के तारणहार। ओ मन मेरा बारंबार करे दृष्टि से तूने किया सभी को है निहाल, त्याग तपस्या सेवा के दिए तूने अनेक मिसाल। हे युग श्रेष्ठा
भाग्य विधाता तेरी सेवा बेमिसाल, मन मेरा बारंबार करे प्रणाम। आदि पिता आदि पिता प्रजापिता ब्रह्मा ब्रह्मा बाबा, बाबा, सृष्टि के सृजनहार, जग के पालनहार।